എന്നാടി ഇതും കൂടി കഴുക്. നീ രാവിലെ തൊട്ട് നിക്കാൻ തുടങ്ങിയതാണല്ലോ ഈ 5-6 പാത്രങ്ങളായിട്ട്. അങ്ങോട്ട് വേഗം ആവട്ടെ. എന്തിനുമ്പോ ഇങ്ങനെയൊക്കെ കാട്ടണ? മിണ്ടരുത് നീ. മിണ്ടിയാലേ ഈ എച്ചി കൈ കൊണ്ട് നിന്റെ കവളത്ത് ഒന്നങ്ങോട്ട് പതിയും. ആദ്യം അങ്ങോട്ട് എന്റെ കൈ ഒന്ന് കഴുകട്ടെ. ജസ്നല്ലേ എന്താ പെണ്ണൊന്നും പറയാണ്ട് വന്നേക്കുന്നു. എന്താടി ഉണ്ണി ഒന്നും പറയാണ്ട്? നിന്റെ മുഖത്ത് എന്താടി കവിള് ചോന്നാക്കണു? അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾ ആദ്യം എനിക്കൊരു 200 രൂപ തരി. 200 രൂപയോ? എന്തിനത്? എന്തിനാന്ന് പറഞ്ഞാലേ നിങ്ങൾ തരുള്ളൂ. അല്ല നിക്ക്, ഞാനിപ്പോ എടുത്തിട്ട് വരാം. എന്നാ ആരുണ്ണി അവിടെ? നീ ആർക്കാ പൈസ കൊടുത്ത്? അത് ഓട്ടോക്കാരനെ. ഞാനൊരു ഓട്ടോ വിളിച്ചിട്ടാ അവിടെ നിങ്ങോട്ട് വന്നത്. ഓട്ടോയിലാ? അപ്പൊ നിങ്ങളുടെ കാറോ? അല്ല നീ എന്താ ഒറ്റയ്ക്ക് വന്നേക്കണേ? മരുമാൻ അവിടെ? തേങ്ങ കൊല, ഒരു കാറും ഒരു മരുമാനും. ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. നീ എന്തൊക്കെയാടി ഉണ്ണി പറയണം? എനിക്കൊന്നും മനസ്സിലാവണില്ല. അല്ല നിന്റെ കവിളിൽ എന്താ പാട്? അതാദ്യം പറ. ആരോ തല്ലിയ പോലെ ഉണ്ടല്ലോ. തല്ലിയതന്നെ നിങ്ങളുടെ പുഞ്ഞാര മരുമാനില്ലേ, അയാളെന്നെ. ആ പണ്ടാര തള്ളേന്റെ വാക്കും കേട്ടിട്ട് അയാളെന്നെ തല്ലി. എടിപ്പ് അതിനവൻ നിന്നെ തല്ലാൻ മാത്രപ്പോ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? അവിടെ എന്നാ പ്രശ്നങ്ങൾ ഇല്ലാത്ത? നിങ്ങക്ക് വല്ലതും അറിയോ അവിടുത്തെ കാര്യങ്ങള്? അവിടെ ഉമ്മിമാനും ഒറ്റക്കെട്ടാ, ഞാൻ പുറത്ത്. നിങ്ങളെയൊക്കെ കാണുമ്പത്തിനും അവരെ കൂടെ ഒലിപ്പിക്കണ്ടല്ലോ. അതൊന്നല്ല അവരുടെ സ്വഭാവം. അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിലേ അവിടെ കുറച്ചു ദിവസം വന്ന് ഇരിക്കണം, എന്നാലേ അറിയുള്ളൂ. വയ്യ, എനിക്ക് വയ്യ ഇനി അവിടെ ഇരിക്കാനും. ഞാൻ എന്റെ പാട് നോക്കി കൂടെ ഇറങ്ങി വന്നു. ഇനി ഞാനും അവിടെ ഇരുന്നാലേ ചിലപ്പോ ഞാൻ ആ തള്ളനും അവനും കൊല്ലും. നീ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകുക? നീ ഇങ്ങോട്ട് വാ, ഞാൻ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വാ. ഉണ്ണി, നീ ഇങ്ങനെ കൈ വീശിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നാലേ എങ്ങനെ ശരിയാവുക? നിന്റെ സ്വർണ്ണങ്ങളൊക്കെ അവിടെ, നിന്റെ കഴുത്തിലും കാതിലും ഒന്നും കാണാനും ഇല്ലല്ലോ. നീ ആദ്യം പോട്ടെ, അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വാ, നിന്റെ പണ്ടങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇനി അങ്ങോട്ട് പോണോ പോണ്ടേ എന്നൊക്കെ. സ്വർണം അതെടുക്കാൻ പോവാനേ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ദാ എന്റെ കയ്യിലുള്ള ഈ ഒരു കൈച്ചേനും ഈ ഒരു മോതിരം, അതന്നെ ഉള്ളൂ എനിക്കിനി സ്വർണം എന്ന് പറയാനായിട്ട്. എന്ത് 50 പവനും 5 ലക്ഷം ഉറുപ്പിക തന്നിട്ട് ഇപ്പൊ നിന്റെ ഈ കൈച്ചേനും മോതിരം മാത്രമേ ഉള്ളൂന്നോ? നോക്കുണ്ണി, നീ തമാശ പറയണ്ടാട്ടാ. നീ പോയിട്ട് നിന്റെ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ നോക്ക്. നിങ്ങളുടെ അടുത്തല്ലേ ഉമ്മ ഞാൻ പറഞ്ഞത് സ്വർണ്ണങ്ങളൊന്നും ഇല്ലാന്ന്? അതൊക്കെ അയാൾ കൊണ്ട് വിറ്റ് തൊലച്ചു. അയാളുടെ ഓരോ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ താലിമാല അടക്കം അയാൾ ഊരിക്കൊണ്ടായി. കുറെയൊക്കെ നശിച്ച തള്ള എന്റെ കയ്യിൽ നിന്ന് എടുത്തു. എന്റെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ സ്വർണ്ണങ്ങളൊക്കെ കുറെ തള്ള കൈക്കലാക്കി വെച്ചു. ഇപ്പൊ സ്വർണ്ണം മുതലൊക്കെ കഴിഞ്ഞപ്പോ എന്നെ ആർക്കും വേണ്ട. ഇപ്പൊ തള്ള മകനിക്ക് വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇനി ഞാനില്ല അങ്ങോട്ട്. നിങ്ങൾ പോട്ടെ, എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് മനുഷ്യനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒന്ന് പോ, മനുഷ്യനിക്ക് വിശന്നിട്ടാ പറയണതേ. ഉമ്മ, എന്താ താത്താനോട് പ്രശ്നം? അറിഞ്ഞിട്ട് എന്തിനാ? പ്രശ്നങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കുവോ? നിന്റെ ഒക്കെ മനപ്പിലാക്കും കൊണ്ട് അവൾക്ക് ഈ അവസ്ഥ വന്ന തന്നെ. നിന്റെ ഉമ്മയെ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടാവും എന്റെ മകളുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ടും. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നല്ല സന്തോഷത്തിൽ ജീവിച്ചു പോകുന്നതാണ് എന്റെ മകളും മരുമാനും കൂടി. ഇന്നലെ നിന്റെ ഉമ്മ കയറി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പണി തരാനായിരിക്കുന്നു. അവരിന്നലെ വന്നു, ഇന്ന് എന്റെ മകളുടെ ജീവിതം തൊലയ്ക്കുകയും ചെയ്തു. വിടില്ല ഞാന്. അവരിനെയും വിടില്ല, നിന്നെയും വിടില്ല. വെറുതെ എന്റെ ഉമ്മാനെ കുറ്റം പറയാണ്ട് ഉമ്മ. എന്റെ ഉമ്മ അങ്ങനെ ആരും നാശം കാണാനും ആഗ്രഹിക്കുന്ന ഒരാളല്ല. പിന്നെ നിന്റെ ഉമ്മ ആരടി? മദർ തെരേസയോ? നിന്റെ ഉമ്മയെ എന്റെ മകളുടെ ജീവിതം തുളച്ചിട്ടുണ്ടെങ്കിലേ നിന്റെ ജീവിതം ഞാനും തുളച്ചോടി. നിന്റെ ഉമ്മയും കരയട്ടെ. നീ കൂടുതൽ നിന്ന് കുറയ്ക്കാണ്ട് ആ ഉച്ചക്കൽക്കുള്ള ചോറും കൂട്ടാനും വെക്കാൻ നോക്കും. എന്റെ മകളും ഇവിടെ ഉള്ളതാണ്. അവൾക്ക് സമയത്തിന് വല്ലതും തിന്നണം. മീൻ വന്നാലേ മീനും വാങ്ങിച്ചോ. അവൾക്ക് മീനില്ലാണ്ട് ചോറിങ്ങാൻ പറ്റില്ല. പിന്നെ നീ ആദ്യം ഒരു ഗ്ലാസ് ചായ വെക്കാം അവൾക്ക്. എന്നിട്ട് റൂമിക്ക് കൊണ്ടുപോവാ. വേഗം വേണം. ഡി 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 വാ തുറക്ക്. ഡി
എന്താ? എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഇതേ എന്റെ റൂമാ, നീ ഇവിടുന്ന് മാറി തരണം. മാറാനോ? എനിക്ക് മാറാനൊന്നും പറ്റില്ല. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഈ റൂമിലാ കിടക്കണം. എനിക്ക് മാറാനൊന്നും പറ്റില്ല. നീ പറഞ്ഞാ കേക്കില്ല അല്ലടി. നീ മര്യാദക്ക് മാറാൻ നോക്കും, ഇല്ലെങ്കിൽ നിന്നെ ഞാനിട്ടല്ലോ. എന്താണ്? എന്താ ഉണ്ണിയെ? നോക്കുമ്പോ ഇവിടെ അടുത്ത് ഞാൻ ഈ റൂമിൽ നിന്നും മാറി തരാൻ പറഞ്ഞപ്പോഴേ ഇവള് പറയണേ പറ്റില്ല എന്ന്. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷല്ലേ ഇക്ക് ഈ റൂം എടുത്തത്, അതുവരെ ഞാനല്ലേ ഈ റൂമിൽ കിടന്നതും. അപ്പൊ ഇത് എന്റെ റൂമല്ലേ. ഞാനാണെങ്കിൽ ഇനി പെട്ടെന്നൊന്നും ഇവിടുന്ന് പോവൂല്ല, ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അടുത്ത് വേഗം മാറാൻ പറയും, എനിക്കൊന്ന് ഉറങ്ങണം. അവള് പറഞ്ഞു കേട്ടില്ലേ? നീ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങ്, എന്റെ കുട്ടി കിടക്കട്ടെ. ഈ വീട്ടിലെ കുറച്ച് വലിപ്പവും വൃത്തിയൊക്കെ ഉള്ളത് ആ റൂമാണ്, അത് അവളെടുത്തോട്ടെ. നീ വേറെ എവിടെയെങ്കിലും പോയി കിടക്ക്. വേറെ എവിടെ കിടക്കാനും? ഒരു റൂമിലാണെങ്കിൽ ഈ വീട്ടിലത്തെ സാധനങ്ങളും അതും ഇതൊക്കെയാണ്. പിന്നെ വേറെ റൂമാണെങ്കിൽ അടിച്ചിട്ടും ഇല്ല തുടച്ചിട്ടും ഇല്ല. പിന്നെ ഞാൻ എവിടെ കിടക്കാനാണ്? വേണമെങ്കിൽ എന്റെ കൂടെ ജസ്റ്റിന് ഇവിടെ കിടന്നോട്ടെ, ഞാനിവിടുന്ന് മാറുമൊന്നുമില്ല. ഇങ്ങോട്ട് മാടി. അങ്ങനെ വാനടി. ഡി നാളെ രാവിലെ തന്നെ ഈ റൂമിലത്തെ നിന്റെ സാധനങ്ങളെല്ലാം മാറ്റിക്കോ. ഇനി മുതൽ ഇതാണ് എന്റെ റൂം, ഞാൻ ഇനി ഇവിടെ കിടക്കുള്ളൂ. നിനക്കേ വാതിലൊക്കെ അടച്ചിട്ട് റൂമിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരുള്ളൂ. ആ പായും തലയിലേക്ക് എടുത്തിട്ട് ഇവിടെ എവിടെ കിടക്കാൻ നോക്കടി. നമുക്ക് മെത്തയിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ആ നീ എണിച്ചാ? നീ അവൾക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്ക്. കട്ടൻ ചായ ആണോ? എനിക്കൊന്നും വേണ്ട കട്ടൻ ചായ. എനിക്ക് രാവിലെ ബൂസ്റ്റ് ഇട്ട ചായ തന്നെ വേണം. ഇനി നിങ്ങളെ നാളെ മുതൽ പാല് വാങ്ങിക്കിട്ടോ. ഓ ഇതെന്താ കോലം? ഒരു ഫ്രിഡ്ജിന്റെ മേലെ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. പാപ്പി ഉമ്മ അല്ലാത്ത എല്ലാം ഉണ്ട്. നമുക്ക് എണ്ണക്കുപ്പി അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഫ്രിഡ്ജിന്റെ മേലെ. ഒരു വൃത്തി പറയണ സാധനവും ഇല്ല. വീട് അങ്ങനെ നശിച്ചു. ഞാനിവിടുന്ന് പോണ വരെ ഈ വീട് എങ്ങനെ ഉണ്ടായിരുന്നതാ, എത്ര വൃത്തിയിൽ കിടക്കണ്ടായിരുന്നതാ. ഇപ്പൊ ആകെ മാറി. അതെങ്ങനെയാ? വൃത്തിയും വെടുപ്പില്ലാത്ത സാധനങ്ങളൊക്കെ വീട്ടിക്ക് വന്നു കയറിയാലേ വീട് മുച്ചൂടെ നശിക്കും. താത്ത പറയണ പോലെ എനിക്ക് വൃത്തിയും വെടുപ്പൊന്നുമില്ല. ശരി, എന്തായാലും ഇനി താത്ത കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ. താത്ത തന്നെ ഈ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിക്കോ. എനിക്ക് ഇങ്ങനെയൊക്കെ എന്തായാലും പറ്റുള്ളൂ. നീ തിരുമ്പിയിട്ടില്ലല്ലോ. നീ തിരുമ്പുമ്പോഴേ ഇതാ ഇതും കൂടി തിരുമ്പ് കേട്ടാ. ജസ്നക്ക് കയ്യും കാലൊക്കെ ഇല്ലമ്മ. അവളുടെ ഡ്രസ്സേ അവൾ തന്നെ തിരുമ്പിയിട്ടോളൂ. ഡി കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ നാവിന്റെ നീളം കുറച്ച് കൂടിയിട്ടുണ്ട്. വേണ്ട, അത് നല്ലതിനല്ല മോളെ. നീ എന്നെ എന്റെ മകളിനെയും വെറുപ്പിച്ചിട്ട് ഇവിടെ അങ്ങനെ വാഴാന്ന് വിചാരിക്കണ്ട. ഞാനും എന്റെ മകളൊക്കെ പറയണത് കേട്ട് നല്ല രീതിക്ക് ഞങ്ങളുടെ അടുത്തൊക്കെ നിന്നാ നിനക്ക് ഇവിടെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചങ്ങോട്ട് പോവാ. നീയേ ഇപ്പൊ ഇത് തിരുമ്പാ നോക്ക്.